നമസ്കാരം. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4:30 മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. രാവിലെ 9 മണിക്ക് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പകൽ 3 തേവലക്കര കോയിവിള അതുല്യ നിവാസിലെത്തിച്ച് സംസ്കരിച്ചു. കഴിഞ്ഞ 19 അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ മരണശേഷം ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവന്നത്. സതീഷ് ശങ്കറിന്റെ ശാരീരികവും മാനസികവുമായ ക്രൂരപീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്ന് അച്ഛൻ എസ് രാജശേഖരൻ പിള്ളയും അമ്മ തുളസിഭായും പറയുന്നുണ്ട്. അതുല്യയുടെ അച്ഛൻ ചവറ തെക്കുംഭാഗം പോലീസിന് നൽകിയ പരാതിയിൽ സതീഷ് ശങ്കറിനെതിരെ കേസെടുത്ത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ദുബായിൽ നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു സതീഷ് ശങ്കർ. സംഭവത്തിൽ ഷാർജയിലെ അൽ ഖർ പോലീസും കേസെടുത്തു. വികാര നിർഭര കാഴ്ചകളായിരുന്നു അതുല്യയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഉണ്ടായത്. അമ്മയുടെ മരണമറിയാതെ ആ വീടിനുള്ളിൽ ദിവസങ്ങൾ തള്ളി നീക്കിയ മകൾ അവസാനം അമ്മയുടെ ജീവനറ്റ ശരീരം കാണുകയായിരുന്നു. മിഠായിയും കളിപ്പാട്ടങ്ങളുമായി പടികടന്നെത്തുന്ന അമ്മയ്ക്കായി കാത്തിരുന്ന ആരാധ്യയ്ക്ക് മുന്നിലാണ് കഴിഞ്ഞ ദിവസം അതുല്യ ചേതനേറ്റ ശരീരമായി എത്തിയത്. മരണവാർത്ത അറിഞ്ഞ ദിവസം മുതൽ അമ്മൂമ്മ കരയുന്നത് എന്തിനാ എന്നായിരുന്നു 10 വയസ്സുകാരി ആരാധ്യയുടെ ചോദ്യം. ആദ്യ ദിവസങ്ങളിൽ ആരാധ്യ വിവരം ആരും അറിയിച്ചിരുന്നില്ല. തന്നെ തേടിയെത്തുന്ന അമ്മയുടെ പതിവ് ഫോൺ കോൾ മുടങ്ങിയതോടെ എന്തോ സംഭവിച്ചുവെന്ന് അവൾ മനസ്സിലാക്കി. ഒടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മയുടെ മരണമറിഞ്ഞത്. അമ്മയെന്ന് നിലവിളിച്ചു കരയുന്ന ആരാധ്യയെ ആശ്വസിപ്പിക്കുവാൻ കണ്ടുനിന്നവർക്കാർക്കും കഴിഞ്ഞില്ല. കഴിഞ്ഞ 19 ഷാർജയിലെ റോള പാർക്കിംഗ് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നില കണ്ടെത്തിയ തേവലക്കര കോയിവിള അതുല്യ ഭവനിൽ അതുല്യയുടെ മൃതദേഹമാണ് ഇന്നലെ പുലർച്ചെ 4 വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചതും തുടർന്ന് മൃതദേഹ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് എത്തിച്ചതും. അമ്മ തുളസിഭായ് മകളുടെ മുഖം അവസാനമായി കണ്ടപ്പോൾ അലമുറയിട്ട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് തളർന്നു വീണു. ഇതോടെ നിർവികാരനായി നിന്ന അച്ഛൻ രാജശേഖരൻ പിള്ളയും വിങ്ങിപ്പൊട്ടി. മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവർ അതുല്യയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. വൈകിട്ട് 3:45 വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. ആരാധ്യയായിരുന്നു ചിതയ്ക്ക് തീ കൊളുത്തിയതും. അതുല്യയുടെ ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷിനെതിരെ നാട്ടിലെത്തിക്കുവാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതുല്യയുടെ ആത്മഹത്യയാണെന്നാണ് ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നും പറയുന്നു. 1 വർഷമായി അതുല്യയുടെ ഭർത്താവും സതീഷും ഷാർജയിലായിരുന്നു താമസിച്ചത്. ശനിയാഴ്ച ഈ സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു അതുല്യ. രാത്രിയിലുണ്ടായ വഴക്കിന് ശേഷം ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് തിരികെ എത്തിയപ്പോൾ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുമാണ് സതീഷ് ആരോപിക്കുന്നത്. അതുല്യയുടെ മരണത്തിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെട്ടിരുന്നു. കുടുംബം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കുവാനാണ് ചവറ തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തെ നിയോഗിച്ചത്. അതുല്യ സ്വന്തം മനസ്സാലെ ജീവൻ ഒടുക്കില്ലെന്നാണ് പിതാവ് രാജശേഖരൻ പിള്ള ആവർത്തിക്കുന്നത്. ഭർത്താവ് സതീഷിന്റെ പീഡനം തന്നെയാണ് മകളുടെ മരണത്തിന് കാരണം. മകളുടെ മരണത്തിൽ നീതി ലഭിക്കുവാനായി നിയമ പോരാട്ടം തുടരുമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. കേരള പോലീസ് മകളുടെ മരണത്തിലെ നിജസ്ഥിതി കണ്ടെത്തുമെന്നാണ് വിശ്വാസം. മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സഹോദരി പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും. മരണത്തിൽ മറ്റ് അസ്വാഭാവികതകളില്ലെന്നും ശരീരത്തിലെ മുറിപ്പാടുകൾക്ക് പഴക്കമുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഷാർജയിൽ പോലീസ് ആത്മഹത്യാവാദത്തിലേക്കാണ് എത്തിയത്. UAEയിൽ ആത്മഹത്യയ്ക്ക് പോലീസ് നിയമ നടപടി എടുക്കാറില്ല. ഈ സാഹചര്യത്തിൽ നാട്ടിലെ കേസ് അതിനിർണായകമാകും. കൊല്ലം പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്യും. മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയറായിരുന്നു സതീഷ്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിന് കൊല്ലം ചവറ തെക്കുഭാഗം പോലീസ് കേസെടുക്കുകയായിരുന്നു. ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് റീപോസ്റ്റ്മോർട്ടം നടന്നത്. ഇനി ഭർത്താവിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുവാനും പോലീസ് ശ്രമിക്കും. ഇയാളിപ്പോൾ ഷാർജ പോലീസിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. മകൾ ക്രൂരപീഡനം നേരിട്ടുവെന്ന് അതുല്യയുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. ഭർത്താവ് സതീഷ് നിരന്തരം മർദ്ദിക്കുന്ന കാര്യം അതുല്യ പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ തുളസിഭായ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥിരം മദ്യപാനിയാണ് സതീഷ്. മദ്യപിച്ചു വന്നിട്ട് അതുല്യയെ ക്രൂരമായി മർദ്ദിക്കും. എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കഴിയുന്നതെന്ന് മകളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുല്യയുടെ നാട്ടിലേക്ക് വരുവാൻ പറയുമ്പോൾ മാപ്പ് പറഞ്ഞ സതീഷ് മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തുകയായിരുന്നുവെന്നും തുളസിഭായ് പറയുന്നു. ഭാര്യന് ഒരു പരിഗണന മകൾക്ക് സതീഷ് നൽകിയിട്ടില്ലെന്ന് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബന്ധം വേർപെടുത്തുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കൗൺസിലിംഗിന് ശേഷം ഒന്നിച്ചു പോവുകയായിരുന്നു. മകളോട് പലതവണ നാട്ടിൽ വരുവാൻ പറഞ്ഞതാണ്. അതുല്യ വീട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിച്ചെങ്കിലും സതീഷ് തടഞ്ഞുവെന്നും രാജശേഖരൻ പിള്ള വെളിപ്പെടുത്തി. ഈ ദമ്പതികളുടെ ഏക മകളായ ആരാധികയാണ് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയും മാതാവ് തുളസിഭായിക്കൊപ്പം നാട്ടിൽ തന്നെ താമസിക്കുന്നത്. നേരത്തെ മകളെ ഷാർജയിലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിലും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ച് പഠിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടിലേക്ക് അയച്ചതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.